സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ രാപകൽ സമരം. വേതന പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് വൈകിട്ട് വരെയുള്ള സമരം. നാളെ വൈകിട്ട് വരെയുള്ള സമരം. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന ഒരു നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പണിമുടക്ക് കൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിമുടക്കിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന് അവരുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ധാരണകളാണ് പൊതു ചർച്ചകളിൽ പരസ്യമായി തന്നെ ധനമന്ത്രി ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അത് തൃപ്തരല്ലെങ്കിൽ ഇനി വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ പ്രശ്നം പരിഹരിച്ചെന്ന ഭക്ഷ്യമന്ത്രിയുടെ നിലപാടിൽ പരിഹാസവുമായി CITU നേതാവ് TP രാമകൃഷ്ണൻ. പ്രശ്നം പരിഹരിച്ചെങ്കിൽ നടപ്പാക്കിയാൽ പോരെയെന്ന് TP രാമകൃഷ്ണന്റെ ചോദ്യം. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുക തന്നെ വേണമെന്നും റേഷൻ വ്യാപാരികളുടെ രാപകൽ സമരം ഉദ്ഘാടനം ചെയ്ത് TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ചർച്ചയിലൂടെ തന്നെ തീർക്കണം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതു നിലപാടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമുണ്ടാക്കുന്ന സമീപനം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിലപാട്. സംസ്ഥാന ഗവൺമെന്റ് റേഷൻ ഷാപ്പുകാർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് ഈ യോജിപ്പിന്റെ മേഖല വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൂട്ടായി നേരിടാൻ കഴിയും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകേണ്ടത്. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഈ റേഷൻ വ്യാപാരികളുടെ ഒരു സമരം 2 ദിവസമുണ്ട്. അത് നേരത്തെ തന്നെ ചർച്ചകൾ നടക്കുന്നു. ചർച്ചയിൽ പരിഹാരമായി എന്നിപ്പോൾ മന്ത്രി പറയുന്നു. പക്ഷെ അതങ്ങനെയല്ല. അവരുടെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, വേതന പരിഷ്കരണം ഉൾപ്പെടെ അത് പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് സമരം ഈ രീതിയിലാണ് പോകുന്നത്. ഏറ്റവും പുതുതായിട്ട് എന്താണ്? ഒരു വലിയ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ ഏറെക്കുറെ എല്ലാ റേഷൻ കടകളും ഈ സമരത്തെ തുടർന്ന് അടുത്ത 2 ദിവസം ഇന്നും നാളെയും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ വിരലിലുണ്ടാവുന്ന റേഷൻ ഉടമകൾ മാത്രമാണ് ഈ സമരവുമായി സഹകരിക്കാത്തത്. അതുകൊണ്ട് തന്നെ റേഷൻ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അതിനിടയിൽ ഈ സമരത്തിനെതിരെ മന്ത്രി തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഈ സാധാരണക്കാർക്ക് അരി മുടക്കുന്നത് അത് ആര് ചെയ്താലും ശരിയല്ല. പണിമുടക്ക് സമയത്ത് പോലും, ദേശീയ പണിമുടക്ക് സമയത്ത് പോലും റേഷൻ വ്യാപാരികളെ ഒഴിവാക്കാറുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സമരം എന്ന് പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം തങ്ങളും ഒന്നിച്ച് നടത്തിയ ചർച്ചയിൽ മറ്റൊരു എതിർപ്പും പറയാതെയാണ് അവർ പിരിഞ്ഞുപോയത്. അതിനുശേഷം പിന്നീട് ഈ സമരം നടത്തുന്നത് എന്തിനെന്നറിയില്ല. സർക്കാരിന് ഈ വിഷയത്തിൽ തുറന്ന സമീപനമാണ്. ഇനിയും ചർച്ച വേണമെങ്കിൽ അങ്ങനെ ആവാം, അതല്ല അങ്ങനെ പരിഹരിക്കുന്നെങ്കിൽ അങ്ങനെ ആവാം എന്നുള്ളതാണ് മന്ത്രി ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറയുന്നത്. അതേസമയം ഇതിനെതിരെ CITU നേതാവ് TP രാമകൃഷ്ണൻ തന്നെ പരിഹാസവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു പത്രത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് മന്ത്രി എഴുതിയിരിക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെങ്കിൽ ആവശ്യങ്ങളൊക്കെ കൊടുത്തുകൂടെ എന്നുള്ളതായിരുന്നു, അത് എളുപ്പത്തിൽ നടപ്പിലാക്കിക്കൂടെ എന്നുള്ളതായിരുന്നു TP രാമകൃഷ്ണന്റെ പരിഹാസം. ഒപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. പ്രധാനമായും റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ കിറ്റ് കമ്മീഷൻ നൽകുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. KTPDSന്റെ അപാകതകൾ പരിഹരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ 8 മണിക്ക് സമരം ആരംഭിച്ചത്. നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ സമരം നീണ്ടു നിൽക്കുന്നത്. സ്മിത. ശരി, സലിം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്. 2 ദിവസം, ഇന്ന് രാവിലെ മുതൽ നാളെ വൈകിട്ട് വരെയാണ് റേഷൻ വ്യാപാരികൾ സമരം. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ റേഷൻ കടകളും അടഞ്ഞു കിടക്കും.